ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. മദ്യപാനത്തിൻ്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം കരൾ. മദ്യപാനത്തിൻ്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലാമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലാമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 മില്ലി. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്നത് എവിടെ വെച്ച്? കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്നത് കരൾ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നത് കരൾ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നത് കരൾ. നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിൽ സംഭരിക്കുന്നു? ഗ്ലൈക്കോജൻ. അതായത് മനുഷ്യ ശരീരത്തിൽ ഗ്ലൂക്കോസ് സംഭരിച്ചു വെക്കുന്നത് ഗ്ലൈക്കോജൻ രൂപത്തിലാണ്. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ. ആർത്തൈറ്റിസ് ബാധിക്കുന്ന അവയവം സന്ധികൾ. ആർത്തൈറ്റിസ് ബാധിക്കുന്ന അവയവം സന്ധികൾ. മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം 639. മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം 639. മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലം റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നു? സ്പൈനൽ കോഡ്. മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലം റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നു? സ്പൈനൽ കോഡ്. ശരീരത്തിനുള്ളിലൂടെ സന്ദേശം കടത്തിവിടാൻ സഹായിക്കുന്ന കോശങ്ങൾ നാഡീകോശം. ശരീരത്തിനുള്ളിലൂടെ സന്ദേശം കടത്തിവിടാൻ സഹായിക്കുന്ന കോശങ്ങൾ നാഡീകോശം. ന്യൂറോളജി ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെ സംബന്ധിച്ച പഠനമാണ്? നാഡീവ്യൂഹത്തെ സംബന്ധിച്ച പഠനം. ന്യൂറോളജി നാഡീവ്യൂഹത്തെ സംബന്ധിച്ച പഠനം. പോളിയോ ഏത് അവയവത്തെ ബാധിക്കുന്നു? നാഡീവ്യൂഹം. പോളിയോ ബാധിക്കുന്ന അവയവം നാഡീവ്യൂഹം. പാമ്പുകടിയേറ്റ് തകരാറിലാകുന്ന ശരീരഭാഗം നാഡീവ്യൂഹം. പാമ്പുകടി മൂലം തകരാറിലാകുന്ന ശരീരഭാഗം നാഡീവ്യൂഹം. ഊർജത്തിൻ്റെ കറൻസി ATP. ഊർജത്തിൻ്റെ കറൻസി ATP. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏതു ഗ്രന്ഥിയാണ് ആദം സാപ്പിൾ എന്നറിയപ്പെടുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ ആദം സാപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖം ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖം ഗോയിറ്റർ. രക്തത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? മജ്ജയിൽ. രക്തത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് മജ്ജയിൽ. പോഡിയാട്രി ഏത് അവയവങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗമാണ്? പോഡിയാട്രി ഏത് അവയവങ്ങളുടെ ചികിത്സാ വിഭാഗമാണ്? പാദം. പാദങ്ങളുടെ ചികിത്സാ വിഭാഗമാണ് പോഡിയാട്രി. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് ട്യൂബെക്ടമി. സ്ത്രീകളുടെ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് പറയുന്നത് ട്യൂബെക്ടമി. പുരുഷ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേര് വാക്സെക്ടമി. പുരുഷ വന്ധീകരണം വാസെക്ടമി. ശരീരത്തിലെ താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻറ്റിപൈററ്റിക്കുകൾ. അതായത് പാരസെറ്റാമോളുകൾ ആൻറ്റിപൈററ്റിക്കുകളുടെ വിഭാഗത്തിൽ പെടുന്നു. മനുഷ്യവർഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന പഠനശാഖ ആന്ത്രപ്പോളജി. മനുഷ്യവർഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന പഠനശാഖ ആന്ത്രപ്പോളജി. സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണം നാഡീവെടിപ്പ് വർദ്ധിപ്പിക്കുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണം നാഡീവെടിപ്പ് വർദ്ധിക്കുന്നു. സാധാരണ വയറിളക്ക രോഗങ്ങൾ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരാത്ത ഒരു രോഗലക്ഷണം. കുട്ടികളിൽ കണ്ടുവരാത്ത ഒരു രോഗലക്ഷണമാണ്. നമ്മൾ വയറിളക്കം ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികളിൽ ഈ ഒരു ലക്ഷണം കാണാറില്ല. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായിട്ട് കാണാറില്ല. ജനിച്ചാലുടൻ കുട്ടികൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രതിരോധം
കൊളസ്ട്രോം അടങ്ങിയ മുലപ്പാൽ. കൊളസ്ട്രോം അടങ്ങിയ മുലപ്പാലാണ് ജനിച്ച ഉടൻ കുട്ടികൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രതിരോധം. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നത് കൊളസ്ട്രോം. മനുഷ്യരിൽ ഗർഭകാലം എത്ര ദിവസമാണ്? 280. 280 ദിവസമാണ് മനുഷ്യൻ്റെ ഗർഭകാലം. അക്വാപഞ്ചർ എന്ന ചികിത്സാ രീതി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈന. അക്വാപഞ്ചർ ചൈന എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻറ്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്ന മരുന്ന് അമോക്സിലിൻ. അമോക്സിലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. നേഴ്സേഴ്സ് ഡേ മെയ് 12. നേഴ്സേഴ്സ് ഡേ ആയി ആചരിക്കുന്ന ദിവസം മെയ് 12. കഠിനാധ്വാനം നടത്തുന്ന ഒരു പുരുഷന് ആവശ്യമായ ഊർജം എത്ര കലോറിയാണ്? കഠിനാധ്വാനം നടത്തുന്ന ഒരു പുരുഷന് ആവശ്യമായ ഊർജം 500 മുതൽ 1000 കലോറി. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പ്ലൂറാസ്തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പ്ലൂറാസ്തരം. ന്യൂമോണിയ ബാധിക്കാത്തത് ഏത് അവയവത്തെ? ശ്വാസകോശത്തെ. ന്യൂമോണിയ ബാധിക്കാത്തത് ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെ. ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്ന അവയവം കുടൽ. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടൽ. ദഹിച്ച ആഹാരം ആഗിരണം ചെയ്യുന്ന ഭാഗം വില്ലസുകൾ. ദഹിച്ച ആഹാരം ആഗിരണം ചെയ്യുന്നത് വില്ലസുകൾ. കൊക്കോ പുഴു ആഹാരം ശേഖരിക്കുന്നത് എവിടെ നിന്ന്? ചെറുകുടലിൽ നിന്ന്. കൊക്കോ പുഴു വയറ്റിലുള്ള ഒരുതരം അണുക്കളാണ് കൊക്കോ പുഴുക്കൾ. അവർ ആഹാരം സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ്? ചെറുകുടലിൽ നിന്ന്. വൃത്തിഹീനമായിട്ട് കൈ കഴുകാതെയും നിലത്ത് കിടക്കുന്ന ആഹാരങ്ങളും തുറന്നു വച്ചിരിക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന വഴിയാണ് ഈ കൊക്കോ പുഴുക്കൾ. വൃത്തിഹീനമായ ഭക്ഷണ രീതി വഴിയാണ് കൊക്കോ പുഴുക്കൾ ഉണ്ടാകുന്നത്. നോർമലിലുള്ളത് അമിതമാകുന്നു നമ്മുടെ വൃത്തിഹീനത മൂലം. അപ്പം കൊക്കോ പുഴു ആഹാരം ശേഖരിക്കുന്നത് ചെറുകുടലിൽ നിന്നാണ്. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടൽ. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടൽ. മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും? ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും? 5 മുതൽ 6 ലിറ്റർ. 5 മുതൽ 6 ലിറ്റർ. ശരീരം നിർമ്മിക്കാൻ ആവശ്യമായ പോഷക ഘടകം ഏത്? ശരീര നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ജലം. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനം? 65%. ഒരു മനുഷ്യ ശരീരത്തിൽ 65%, 65% ജലാംശമാണ്. ഒരു മനുഷ്യൻ്റെ സാധാരണ ശരീര ഊഷ്മാവ് എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ബ്ലഡ് പ്രഷർ ഡാഷാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ബ്ലഡ് പ്രഷർ 120/80 mmHg. 120/80 mmHg. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? 65% ജലം അടങ്ങിയിരിക്കുന്നു. റിപ്പീറ്റഡ് ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് 40 ലിറ്റർ. ലിറ്ററിൽ ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് 40 ലിറ്റർ.
വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. വളർച്ചാ ഹോർമോണിന്റെ ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. പീയൂഷ ഗ്രന്ഥിയാണ് വളർച്ചാ ഹോർമോൺ ഗ്രന്ഥി. പീറ്റ്യൂട്ടറി ഗ്ലാൻസ് സ്ഥിതി ചെയ്യുന്ന ഭാഗം തല. പീറ്റ്യൂട്ടറി ഗ്ലാൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ തലയിൽ. പീറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് തലയിൽ. അന്തർസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. അന്തർസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. എന്താണ് ഇൻസുലിൻ? ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ഇൻസുലിന് ഒരു ഹോർമോണാണ്. ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്ന മരുന്ന്, എൻസൈം, ഗ്രന്ഥി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ എന്നത് ഒരു ഹോർമോണാണ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹമുണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥി. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനം മൂലമാണ് ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹമുണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൻ്റെ വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് മനുഷ്യനിൽ പ്രമേഹം ഉണ്ടാവുന്നത്. ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ശ്വേത രക്താണുക്കൾ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ശ്വേത രക്താണുക്കൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബെല്ലം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്രേലിൻ. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്രേലിൻ. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം വെള്ളം. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകം വെള്ളം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 80. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് അറ്റ്ലസ് എല്ല് സ്ഥിതി ചെയ്യുന്നത്? കഴുത്തിൽ. അറ്റ്ലസ് എല്ല് മനുഷ്യ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കഴുത്തിൽ. അറ്റ്ലസ് എല്ല് സ്ഥിതി ചെയ്യുന്നത് കഴുത്തിൽ. ആന്തര ശരീരഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജീവശാസ്ത്രം. ആന്തര ശരീരഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജീവശാസ്ത്രം അനാട്ടമി. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി. 100 മില്ലി രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം. 9-11 മില്ലിഗ്രാം പെർ 100 ml. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്രേലിൻ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്രേലിൻ. റിപ്പീറ്റഡ് ചോദ്യമാണ്. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധം ആൻറ്റിബയോട്ടിക്കുകൾ. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെ? കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെത്തുന്നത് ഹീമോഗ്ലോബിനുമായി ചേർന്നാണ്. ഹീമോഗ്ലോബിനുമായി ചേർന്നാണ്
കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തിച്ചേരുന്നത്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലം മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്യുന്നത് മെനിഞ്ചസ് ആണ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ്. എല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം, പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം, പല്ലിൽ നിർജീവ അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഇനാമൽ. പല്ലിൽ നിർജീവമായി കാണുന്ന ഒരു ഭാഗമാണ് ഇനാമൽ. സാധാരണ വ്യക്തികളുടെ സിസ്റ്റോളിക് പ്രഷർ 120 mmHg. സാധാരണ ഒരു വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ 120 mmHg. ഏതു രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് റെഡ് റിബൺ ഉപയോഗിക്കുന്നത്? റെഡ് റിബൺ ഉപയോഗിക്കുന്നത് എയ്ഡ്സ് രോഗികളോടുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ആണ്. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ. കൊഴുപ്പ്. അപ്പം അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ കൊഴുപ്പാണ്. താങ്ക് യു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കൊരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.